നല്ല കാര്യമായി. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോപ്പർ പ്ലാനിങ് എന്തായാലും വേണം. ശരിയാ, കല്യാണം എന്താ പറയുമ്പോഴേക്ക് വന്നെത്തും. എന്തേലും ചെയ്യണം. എന്നാ നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് എന്നാ ഗോൾഡിൽ നിന്ന് തുടങ്ങാം. സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? നമ്മുടെ ഇതിലൊരു 4-5 പവനില്ലേ, ബാക്കി എന്ത് ചെയ്യും? എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 2 പവൻ എന്തായാലും കിട്ടും. പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് 1 പവൻ കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ സഹായിക്കും വിചാരിക്കണോ? അവരൊക്കെ നമ്മളപ്പ സഹായിക്കുമോ? മനുഷ്യന്റെ സ്വഭാവം മാറൂട്ടാ. നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആകണ്ട. നമ്മുടെ ഒരു 4 പവൻ ഇടാം, ബാക്കി നോക്കാം. ഓ ശരി. കല്യാണത്തിന് എത്ര പേര് വരുമെന്ന് പറഞ്ഞാലേ ഫുഡിന്റെ കാര്യത്തിൽ തീരുമാനമാക്കായിരുന്നു. ഒരു 500 പേരെങ്കിലും കാണും. 500? ദൈവമേ, നീ നാട്ടിലുള്ള സകലമായ ആൾക്കാരെയും വിളിച്ചു കൂട്ടിയോ? മനുഷ്യ അനാവശ്യം പറയാതെ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരെയും ചേർത്താണ് ഈ 500 പേര്. പിന്നെ ഇവരെ ഫ്രണ്ട്സ്, നിങ്ങളെ ഫ്രണ്ട്സ്, നാട്ടുകാര് എല്ലാരും വേണ്ടേ? എന്നാലും 500 കുറച്ച് കൂടുതലല്ലേ? ഫുഡിന്റെ കാര്യത്തിൽ ഒരു തർക്കം വേണ്ട. 500 എങ്കിൽ 500, കുഴപ്പമില്ല. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. ഓ, എന്താണാവോ? എന്റെ മേക്കപ്പും ഫോട്ടോ. ഏ? അയ്യോ, ഞാനത് മറന്നിരിക്കായിരുന്നു. ഡേ, നിനക്ക് മേക്കപ്പിന്റെ ചെലവ് കുറച്ചുകൂടെ? അയ്യടാ, നല്ല മേക്കപ്പ് ഇട്ടാ നല്ല ഫോട്ടോ കിട്ടും. ആ, പിന്നെ എനിക്കറിയണ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, അവര് ഫോട്ടോഗ്രാഫറാ. ഞാൻ വേണേ അവരോടൊന്ന് ചോദിച്ചു നോക്കാം, ചിലപ്പോ എന്തെങ്കിലും കുറഞ്ഞു കിട്ടിയാലോ നമുക്ക്. നന്നായി എടുക്കുവോ? നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ചോദിച്ചതാണേ. എനിക്ക് വേണേലും മതി. മോൻ എന്തായാലും ഒന്ന് അവനോടൊന്ന് പറഞ്ഞു വെക്കി. അയ്യോ, ഇപ്പൊ തന്നെ ഒരു സംഖ്യയായി. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണില്ല. നീ ടെൻഷൻ ആകണ്ട, എല്ലാം ഓക്കെ ആവും. അത് മാത്രല്ല അച്ഛൻ, നമുക്കിനി ഹാളിന്റെ, ബസ്സിന്റെ, ഇൻവിറ്റേഷന്റെ ഒക്കെ ചെലവില്ലേ? നമ്മള് വിചാരിച്ച പോലെ അത്ര ഈസി അല്ല അല്ലേ? എന്തായാലും വേണ്ടില്ല, നമ്മുടെ മോളുടെ കല്യാണം നമുക്ക് പറ്റുന്ന പോലെ അടിപൊളിയായി നമ്മൾ നടത്തും. ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞ ചെറിയ കാര്യമല്ല, ഈസി. അതൊക്കെ അത്രേ ഉള്ളൂ. അതെ, തൽക്കാലം മതി, എനിക്ക് വിശക്കാൻ തുടങ്ങി. ശരി ശരി, എല്ലാരും വാ മക്കളെ, നമുക്ക്